ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലായിടത്തും നല്ല മഴയൊക്കെയാണല്ലോ. ഇവിടെ എന്തെങ്കിലും നല്ല മഴയാണ്, ഇപ്പോൾ തോർന്നുള്ളൂ. അപ്പോൾ ഞാനിത് വേനൽക്കാലത്ത് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നൊരു വീഡിയോ ആയിരുന്നു, പക്ഷേ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം മഴ സീസൺ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഇനാബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, പ്രൊഡക്റ്റ് ഇതാണ്, കാർമസിയുടെ റോൾ ഓണാണ്. ഞാനതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് കേട്ടോ കാർമസിയുടെ. എൻ്റെ രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട് കേട്ടോ. 2 ഫ്ലേവറാണ് ഇരിക്കുന്നത്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കെൻ്റെ അനുഭവം എന്ന് പറയുന്നത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. എനിക്ക് കൂടുതലും ഇതിൻ്റെ സ്മെല്ലാണ് കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വിയർപ്പിൻ്റെ സ്മെല്ല് ഒത്തിരി ഉള്ളവർക്ക് ഇത് അത്യാവശ്യം നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നതാണ്. നമുക്കിത് ട്രാവൽ ഫ്രണ്ട്ലിയും കൂടിയാണ് കേട്ടോ ഈ പ്രൊഡക്റ്റ്. ഇതിലിപ്പോൾ 2 ഫ്ലേവർ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് സ്വീറ്റ് സമ്മർ എന്ന് പറഞ്ഞൊരു കോക്കനട്ടിൻ്റെ ഒക്കെ വന്നിട്ടുള്ളൊരു ഫ്ലേവറാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറൽ സൺസെറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ സ്റ്റിക്കി അല്ല എന്നാൽ ഓയിലി അല്ലാത്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിരിക്കും. വാനിലയുടെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിന്, ഈ സ്വീറ്റ് സമ്മർ എന്ന് പറയുന്ന റോൾ ഓണിന്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഇത് ഫ്ലോറൽ സൺസെറ്റ്. അപ്പോൾ ഇതിന് നല്ലൊരു എന്താ പറയുക, ഒരു ഫ്ലവറിൻ്റെയൊക്കെ നല്ല സ്മെല്ലാണ്. അപ്പോൾ എനിക്കിതിൽ രണ്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഫ്ലോറൽ സൺസെറ്റ് എന്ന് പറഞ്ഞ ഇതാണ് എനിക്ക് കൂടുതൽ എൻ്റെ ഫേവറേറ്റ്. എനിക്ക് യൂസ് ചെയ്തതിൽ ഇഷ്ടപ്പെട്ടത്. ഒത്തിരി സ്പ്രേയും റോളോണൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ റെക്സോണയുടെ ഒക്കെ റോളോണാണെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ സൗണ്ടിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. പുറത്ത് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ചിലരൊക്കെ പറയും അണ്ടർ ആംസിലെ ഡാർക്ക്നെസ്സൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മാസത്തോളമൊക്കെ ആയിട്ടാണ്. ബട്ട് എനിക്കങ്ങനെ അണ്ടർ ആംസിലെ ഡാർക്ക്നെസ് പോയതായിട്ടൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ സ്മെല്ലൊക്കെ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ സ്മെല്ലങ്ങനെ 24 ഹവറൊന്നും ഇതിൻ്റെ സ്മെല്ല് അങ്ങനെ തന്നെ നിൽക്കില്ല. മാക്സിമം പോയി ഒരു 5 to 6 ഹവറൊക്കെ ആ സ്മെല്ല് അങ്ങനെ തന്നെ ഉണ്ടാകും. പക്ഷേ നമുക്ക് വേർപ്പിൻ്റെ സ്മെല്ല് അങ്ങനെ എടുത്ത് തരില്ല. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ മൈൽഡ് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന സ്പ്രേക്ക് വരെ റോളോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ മൈൽഡ് സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണിത്. ടോട്ടലി പറയുകയാണെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവർക്കും ഓരോരുത്തരുടെ സ്മെല്ലൊക്കെ അനുസരിച്ചിരിക്കുമല്ലോ ഓരോരുത്തർ യൂസ് ചെയ്യുന്നതൊക്കെ. ചിലത് റോളോൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതിനകത്ത് കൂടുതലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്ന് പറഞ്ഞൊരു സ്മെല്ലെന്ന് പറയുന്നത് ഈ ഫ്ലോറൽ സൺസെറ്റ് ഒട്ടുമിക്ക പേർക്കും ഇഷ്ടപ്പെടാവുന്നൊരു സ്മെല്ലാണ്. നല്ലൊരു പൂവിൻ്റെയൊക്കെ ഈ ഇതിനകത്തെന്ന് പറയുന്നത് ഈ ഫ്ലോറൽ സൺസെറ്റ് ഏറ്റവും കൂടുതൽ പേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലായിരിക്കും. എനിക്ക് എൻ്റെ പേഴ്സണൽ പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഫ്ലോറൽ സൺസെറ്റിൻ്റെ സ്മെല്ലാണ്. ഒരു പൂവിൻ്റെയൊക്കെ വന്നിട്ട് നല്ലൊരു അടിപൊളി സ്മെല്ലായിരുന്നു. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനിപ്പോൾ സ്പ്രേ യൂസ് ചെയ്യലൊക്കെ വളരെ കുറവാണ്. വേറൊരു ഫ്ലേവറും കൂടി ഇപ്പോൾ അവൈലബിളായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മേടിക്കുമ്പോൾ ഈ 2 ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പുതിയ കൂടി വന്നിട്ടുണ്ട്. ഫ്രഷ് ബ്ലോസം എന്ന് പറഞ്ഞ ഒരു നാരങ്ങയുടെയൊക്കെ നാരങ്ങയുടെയൊക്കെ ഒരു പിക്ചറൊക്കെ വന്നിട്ടുള്ളൊരു ബോട്ടിലാണ്. അപ്പോൾ ഇനി അതുകൂടി ഒന്ന് യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ, പർപ്പിളിലൊക്കെ അവൈലബിളാണ്. ഞാൻ മേടിച്ചത് പർപ്പിളിൽ നിന്നാണ് കേട്ടോ. നമുക്ക് പർപ്പിളിൽ നിന്നാകുമ്പോൾ പെട്ടെന്ന് തന്നെ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും.
അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൈൽഡ് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മഴക്കാലമായപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ യൂസൊക്കെ വളരെ കുറവായിരിക്കും. നമുക്ക് വേനൽക്കാലത്ത് നല്ല വിയർപ്പിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ റോൾ ഓൺ സ്പ്രേ ഒക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യും. മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ യൂസ് പൊതുവെ കുറവായിരിക്കും. എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.